ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറക്റ്റ് എൻട്രി. നമുക്ക് കഴിഞ്ഞ ദിവസം കേദാർനാഥ് ട്രക്കിൻ്റെ ബേസ് ക്യാമ്പിലായിരുന്നു നിന്നത്. അതറിയാലോ, ഇതാണ് ആ ബേസ് ക്യാമ്പ്. ചുറ്റും നിറച്ച ടെൻറ്റുകൾ. രാത്രി 1 മണിയായപ്പോഴേക്കും ഇദ്ദേഹത്തിന് മുഖം കാണിക്കും. ഇദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നു. AMS അടിച്ചു കയറി, ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട്. അതെ, കണ്ട് പിന്നെ ദൈവഭാഗ്യത്തിന് ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ഒരു 300 മീറ്റർ മാറി ഒരു വലിയ ഹോസ്പിറ്റൽ. ഞെട്ടിപ്പോൾ ഞാൻ വിചാരിച്ചല്ല, ചെറിയൊരു തട്ടുകട പോലത്തെ സംഭവത്തിൽ മറ്റേ മെഡിക്കൽ പോസ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ. അതെ, സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ സർവീസ് എല്ലാം ഫ്രീ ആണ്. ഒരു മണിക്കൂർ അരമണിക്കൂർ ഓക്സിജൻ വായിൽ കുത്തിവെച്ച് കിടത്തി ഉറക്കി. അത് കഴിഞ്ഞ് 2 ഗുളികയും കൊടുത്തപ്പോഴേക്കും ഒരു 3 മണിയായപ്പോഴേക്കും ഓക്കെ. പിന്നെ നേരെ തിരിച്ച് ചെന്നിലൊന്ന് കിടന്ന്. അപ്പോൾ ഇന്നലത്തെ ആളല്ലേ ഇത് പുതിയ ആള്. ഇന്നലെ എനർജി ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ ഇരിഞ്ഞ എനർജിയാണ്. അപ്പോൾ ആദ്യത്തെ പരിപാടി ഇവിടെ വാഷ്റൂം കോമൺ ആണ്. അവിടെ ക്യൂ ഉണ്ടെന്ന് അറിയാൻ പാടില്ല. വാഷ്റൂമിൽ പോകണം. അതെ, സമയം 8:30. അപ്പോൾ നേരെ പോവുക, വാഷ്റൂമിൽ പോവുക, ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കേദാർനാഥ് പോയി വിസിറ്റ് ചെയ്യാം. അതായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയ ഒരു കടയിൽ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ഇത് എൻ്റെ ഐറ്റം, ആലു പ്യാസ് പൊറോട്ട. ഇദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു നീ പറഞ്ഞത്? പനീർ പൊറോട്ട. പക്ഷേ സംഭവിക്കുന്നത് കണ്ടു. കഴിച്ചു ജോസ് കഴി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, വീണ്ടും നടന്നു തുടങ്ങി. മഞ്ഞുകളുടെ മേളിൽ മഞ്ഞുരുക്കി ചെറിയ ആവി പോലെ പോകണണ്ട. നൈസായിട്ട് കൊട്ടയെന്ന് ഒരാൾ തലയും കുത്തി വിട്ടിട്ടുണ്ട്. ഒരുത്തൻ നൈസായിട്ട് ഫോൺ എടുത്ത് പിടിച്ചിട്ടുണ്ട്. കൊടുത്തവൻ സത്യസന്ധനാണ്. ഇതാണ് നമ്മൾ രാത്രി വന്ന് മെഡിസിൻസ് എടുത്ത ഹോസ്പിറ്റൽ. ഇവിടെ എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റാണ്. എന്ത് സർവീസാണ് ഫ്രീ ഓഫ് കോസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോഴും ബ്രീത്തിങ് ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാറുവിനെ ഒന്നും കൂടി കയറ്റി കുറച്ച് നേരം ഓക്സിജൻ തിരിച്ചിട്ട് നമുക്ക് പയ്യെ വിടാം. ഹോസ്പിറ്റലിൽ നല്ല തിരക്കാണ്ട. ഈ ബ്രീത്തിങ് ഇഷ്യൂ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. കാരണം ഇത്രയും ഉയരത്തിലേക്കാണല്ലോ നമ്മൾ പെട്ടെന്ന് കയറി വരുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ കുറവുണ്ട് ഇവിടെ. അതുകൊണ്ട് ബ്രീത്തിങ് ഇഷ്യൂസ് വരും. AMS അടിക്കും ചിലവർക്ക്. ഈ AMS അടിച്ചാൽ ഉടനെ തന്നെ ചികിത്സ എടുക്കണം. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്സിജൻ കിട്ടാതെ നെഞ്ചുവേന വരിക, പിന്നെ ഫെയിൻ്റ് ആകുക, ബ്ലാക്ക് ഔട്ട് ആകുക. പിന്നെ ഇത് വൻ സീനാണിത്. കുറച്ചധികം നേരം ഹോസ്പിറ്റലിൽ ചിലവാക്കി. പാറുവിന് കുറച്ച് നേരം ഓക്സിജനൊക്കെ കൊടുത്ത് വീണ്ടും സെറ്റാക്കി. പിന്നെ ഒരു പവർ നാപ്പൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ നല്ല കലക്കം വെയിറ്റിംഗ് റൂം. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിനകത്ത് വീഡിയോഗ്രാഫി വേണ്ട. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ഷെഡിൽ കുറച്ച് നേരം കിടന്ന് തുടങ്ങി. ഇതേ മേളിലേക്ക് കേദാർനാഥിലേക്ക് പയ്യെ കയറി തുടങ്ങി. ഇപ്പോൾ സമയം 1 മണി. യെസ്, ഒരു 1 കിലോമീറ്ററിനടുത്തുണ്ട് ഇഞ്ഞെത്താനായിട്ട്. അതെ, കാശുള്ളവർക്ക് പിന്നെ ഹെലികോപ്റ്ററിൽ വരാം, ഹെലികോപ്റ്ററിൽ പോകാം. എന്തെങ്കിലും ആവട്ടെ. അതെ, ഇതാക്കാണിത്. അവിടെയാണ് ഹെലിപ്പാഡ്. പിന്നെന്താണ് ഇവിടുത്തെ ആകെ ഒരു സംഭവം ഞാൻ കണ്ടില്ല. ജിയോ എയർടെലാണ് ഉള്ളത്. ആ രണ്ടിനും റേഞ്ച് ഉണ്ട്. പക്ഷേ നെറ്റ് കിട്ടണമെന്നില്ല. പക്ഷേ ഫോൺ വിളിച്ചാൽ കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവിടെ. പാറുവിന് AMSൻ്റെ കുറച്ച് സീനുള്ളത് കൊണ്ട് വളരെ പയ്യാണ് നമ്മൾ കയറുന്നത്. ധൃതി പിടിച്ച് കയറണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. മേളിൽ ചെറിയൊരു ലേക്ക്, ആർട്ടിഫിഷ്യൽ ആണെന്ന് അറിയാൻ പാടില്ല.
കണ്ടിട്ട് ആർട്ടിഫിഷ്യൽ പോലെ തോന്നുന്നു. ഇവിടെയാണ് ഹെലികോപ്റ്റർ ഒന്ന് ഇറങ്ങണതിൻ്റെ സീൻ മാത്രമല്ല, പറയുന്നേ വേറെ സീൻ കാണിച്ചു തരാവാ. കുഴപ്പമില്ല, മണം. ഒരു ഹെലികോപ്റ്റർ ഇറങ്ങി നോക്കിയേ. അപ്പുറത്താണ് ഹെലിപ്പാഡ്. ഇവിടെ നമുക്ക് അമ്പലത്തിലേക്ക് പ്രസാദങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ പൂജിച്ച് വീട്ടിൽ കൊണ്ടുപോകാം. രുദ്രാക്ഷമാല ഉണ്ട്, പ്രസാദമുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി മേടിച്ചു. ഗൈസ് തൂക്കിയിട്ടേക്കുന്നു. ഇവിടെ എന്താ സംഭവം? ഇതും പ്രസാദമൊക്കെ തന്നെ. ഇനി കടകളുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കുക. അതുപോലെ നമ്മൾ ഓൾമോസ്റ്റ് അമ്പലത്തിനങ്ങോട്ട് റീച്ചായി. മന്ദിറിൻ്റെ അങ്ങ് എത്തിയപ്പോഴേക്കും ഒരു വലിയ ക്യൂ കാണപ്പെട്ടു. അപ്പോൾ ഞാൻ ക്യൂവിൽ നിൽപ്പേണ്ടത് എന്തിൻ്റെ ക്യൂ ആണെന്ന് അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ദർശനത്തിന് ടോക്കൺ എടുക്കണമെന്ന് തോന്നുന്നു. അത് ഞാൻ എന്തായാലും ക്യൂവിൽ നിന്ന് പാറുവിനെ മുമ്പിലേക്ക് വിട്ടേണ്ടത് എന്തിൻ്റെ ക്യൂ ആണെന്ന് അറിയാനായിട്ട്. അവിടെ ആൾക്കാർ ഇടയിൽ കയറാൻ വേണ്ടി ഇടി, അത് വേറെ. അപ്പോൾ കുറേ ആൾക്കാർ പിടിച്ച് മാറ്റും. എന്തായാലും ഞങ്ങളുടെ ക്യൂ ശാന്തി സമാധാനം. ഇപ്പുറത്തെ ക്യൂവിലാണെങ്കിൽ ഇടിയാണ് അവിടെ. കണ്ട ഒരാളെ ഞാൻ ഈ ക്യൂ എന്തിനാണെന്നുള്ള അറിയാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടെ പകുതി വരെ പോയിട്ട് തിരിച്ചു വന്നേക്കുന്നുണ്ട്. ക്യൂടെ അറ്റം കാണാനില്ല. അതിൻ്റെ ആരടുത്തോ ചോദിച്ചിട്ട് ഈ ക്യൂ ടോക്കൺ എടുക്കാൻ, ആ ക്യൂ ദർശനം. അപ്പോൾ ഈ ക്യൂ ടോക്കൺ എടുക്കാൻ എന്തിനാണ്? ടോക്കൺ ദർശനത്തിന്. അപ്പോൾ പിന്നെ ഈ ക്യൂ എന്തിനാണ്? അത് ദർശനത്തിന്. എന്താണ് താങ്കൾ, നീ എന്ത് തേങ്ങയാണ് പറയണത്? ടോക്കൺ എടുത്തതിന് ശേഷം ഈ ക്യൂവിൽ വന്ന് നിൽക്കണം, എന്നിട്ട് ദർശനത്തിന് നോക്കാം. പാറു കണ്ടുപിടിച്ചതെല്ലാം കറക്റ്റായിരുന്നു. നമ്മൾ നിൽക്കുന്ന നമ്മൾ നിൽക്കുന്ന ക്യൂ ടോക്കൺ എടുക്കാൻ, ടോക്കൺ എടുത്തിട്ട് വേണം അപ്പുറത്തെ ക്യൂവിൽ പോയി നിന്നിട്ട് ദർശനത്തിന് കയറാനായിട്ട്. നീ പിന്നെ പകുതി വരെ പോയിട്ടില്ല തിരിച്ചു വന്നത്? പണിയെടുക്കാണ്ട് തിരിച്ചു വന്നേ കണ്ട ആരും ചോദിച്ചു അങ്ങനെ ലൈൻ്റെ മുമ്പിലെത്തി. പാറുവാത്തേക്ക് കയറിയിട്ടുണ്ട്. ഇതാ മഞ്ഞ ഷർട്ട് ഇട്ടാൽ കുറച്ച് വേഷം കിട്ടിയപ്പോഴേക്കും അവനായിട്ട് കുറച്ച് കലിപ്പായപ്പോഴേക്കും മുന്തിത്തള്ളിക്ക് കയറിയാകത്തേക്ക്. ഇനി ഇവിടെ നിന്ന് ടോക്കൺ എടുത്തിട്ട് അങ്ങനെ പാറു ഇടയിൽ കൂടി കുത്തി കയറി ടോക്കൺ എടുത്തു. യെസ്, അപ്പുറത്ത് കൂടെ ടോക്കൺ എടുത്തു. ഈ ക്യൂ നോക്കിയേ, നൈസ് ക്യൂ, ഒരു രക്ഷയില്ലാത്ത ക്യൂ. നൈസായിട്ട് ക്യൂ നിൽക്കാതെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് നടന്നമ്മ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് കുറേ പേര് ഇറങ്ങി വരുന്നുണ്ട്. നോക്കാം നമുക്ക്. എന്തായാലും ദർശനത്തിൻ്റെ ക്യൂവിൻ്റെ അവിടെ നിന്ന് നമ്മൾ ചുമ്മാ മേളിലേക്ക് കയറി.
ചെറിയ ക്യൂ ആണ്ടാ, അറ്റ മുതലുണ്ട് ക്യൂ. ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരുടെ വഴിയാണിത്. അപ്പുറത്തും ഇപ്പുറത്തും കടകളും റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. ഇവിടെ ദൂരെ കേദാർനാഥ് ടെമ്പിൾ കാണാം. പക്ഷേ ദർശനത്തിന് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. കാരണം ആ ദർശനത്തിൻ്റെ ക്യൂ അവിടെയാണ്, അറ്റത്ത്. ദർശനം എപ്പോൾ നടക്കുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഫസ്റ്റ് ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ടാകാം അടുത്ത പരിപാടി. കുറച്ച് നടന്ന് നമ്മൾ അവസാനം ഒരു കട കണ്ടുപിടിച്ച്. എന്തുകൊണ്ടാണ് നടന്നതെന്ന് വെച്ചാൽ ഷീ നീഡ്സ് കടി ചാവൽ. കടി ചാവലേ കഴിക്കുള്ളൂ. ആ, ഇതാണ് കടി ചാവൽ. പ്ലെയിൻ കടിയാ? അപ്പൊ എന്ത് ചെയ്യും? പാവം പേടിച്ച് പോയി. പ്ലെയിൻ കടി എന്ന് പറഞ്ഞപ്പോഴേക്ക് അവരുദ്ദേശിച്ച സാധനം തന്നെയായിരുന്നു ഇദ്ദേഹം ഉദ്ദേശിച്ചത്. അതിനകത്ത് പക്കോട ഇല്ലെന്നേ ഉള്ളൂ. ദിസ് ഈസ് കടി, പ്ലെയിൻ കടി. വാവ്. ഇതെന്താണ് ഈ കടി ചാവൽ എന്ന് പറഞ്ഞു കൊടുത്തേ വ്യൂവേഴ്സിന്? അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ലൈനിൽ നിൽക്കാതെ നേരെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരുടെ വഴിയുണ്ടല്ലോ, അതിലേക്കൂടി അതൊന്നും മേടിക്കാം. അതിലേക്കൂടി ഒന്ന് ചെന്നിട്ടേ ആ മലയാളികളല്ലേ ഉടായ്പ് പരിപാടികളൊന്നും നടക്കുമെന്ന് നോക്കാം. കാരണം ഞാനിവിടെ ദർശനം കഴിഞ്ഞ് വരുന്നവരടുത്തൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും 6 മണിക്കൂറും 7 മണിക്കൂറൊക്കെ ക്യൂ നിന്ന ആൾക്കാരാണ്. അത്ര നേരം നിന്ന് വരുമ്പോൾ ഞാൻ മരിക്കും. നേരം നോക്കട്ടെ, വല്ല നടപടി ഉണ്ടാകും നോക്കട്ടെ. ഗായ്സ്, നമ്മുടെ ഉടായ്പ പരിപാടി നടക്കില്ല. കാരണം ഇപ്പം അതിന് മാത്രം ജനമുണ്ട് ലൈനിൽ. ഇടയിൽ കൂടി കയറാമെന്നുണ്ടെങ്കിൽ നല്ല തല്ലിട്ട് നാട്ടിൽ നിന്ന് തല്ലിട്ടിയാൽ പോരെ. ഇത് വെറുതെ ഇവിടെ വന്ന് തല്ലി പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ എല്ലായിടത്തും റൂം അന്വേഷിച്ചപ്പോൾ 4000, 5000, 10000, 20,000 ഒക്കെയാണ്. പിന്നെ ഒരെണ്ണം അങ്ങോട്ട് ഒപ്പിച്ചെടുത്ത് 2000 രൂപ കിട്ടി. ഒരു ഹെറിറ്റേജ് ഹോം പണ്ടത്തെ ഈ കേദാർനാഥിൻ്റെ പ്രായമുണ്ട് ഈ വീടിനും. ഹെറിറ്റേജ് ഹോം കാണിച്ചു തരാം. വഴിയൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നും. വീട് എങ്ങനെയുണ്ട്? പൊളി വീടല്ലേ? വീട്ടിൽ നമ്മൾ കയറുന്നു. എങ്ങനെയുണ്ട്? കലക്കനല്ലേ റൂം? ഇതല്ല റൂം, ഇതാണ് റൂം. 1 സെക്കൻഡ് കേട്ടാ. ഇതാണ് റൂം. അത്ര വലിയ റൂമൊന്നുമല്ല. ഒരു കട്ടില്, ബേസിക് നീഡ്സ് ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ 2000 രൂപ ഇവിടെ കിട്ടുന്നത്. ഒരു ചാർജിങ് പോയിന്റ്, ഒരു ലൈറ്റ്, നമ്മുടെ ടെൻറ്റിലത്തെ പോലെ അത് തന്നെ. പിന്നെ ഇതൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലാവുള്ളത്. ഇവിടത്തെ എന്താണ് ഈ സാധനം വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായില്ലേ, പണ്ടത്തെ ആൾക്കാര് ഈ രാജാക്കന്മാരില്ലേ തിരി കത്തിക്കുന്നതാ. എന്തായിരിക്കും പണ്ടത്തെ? അതാണ് ഞാൻ പറഞ്ഞത്, ഹെറിറ്റേജ് ഹോം. ഇതാ ഇവിടെ നേപ്പാളിലെ ഒരു ക്വീൻ ഉണ്ടല്ലോ, ആ ക്വീൻ നേപ്പാളിലെ ഏതൊരു ക്വീൻ ഏതാണെന്ന് എനിക്കറിയണോ, പുള്ളി പറയുന്നത് കുറച്ച് മനസ്സിലായി. അവരുടെ കിങ്ങിന് വേണ്ടിട്ട്, ഓർമ്മയ്ക്ക് വേണ്ടിട്ട് പണിത വീടാണ് ഭർത്താവിന് വേണ്ടി ഓർമ്മയ്ക്ക്, താജ്മഹൽ പോലെ. ഹെറിറ്റേജ് ഹോം തന്നെ കിട്ടും നമുക്ക് 2000 രൂപ. അതപ്പോ ഈ മേളിൽ ഇപ്പൊ പടം കൊടുത്തേതാണ്. ഇതാണ് കിങ്, ഇത് കിങ്, ഇത് ക്വീൻ. ഇതാണോ? ക്വീനാണ് പണിതത് കിങ്ങിന് വേണ്ടിട്ട്, ഇത് ഓർമ്മയ്ക്ക് വേണ്ടിട്ട്. ഓക്കേ, കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇതല്ല, ഇപ്പുറത്തെ ഡോർമെട്രി കണ്ടാ? ദിസ് ഈസ് ഡോർ. അങ്ങനെ ഉണ്ട് ഡോം, കീടിലൻ ഡോം. അവൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആളുകൾക്ക് വരാൻ വേണ്ടി, ദർശനം വരാൻ വേണ്ടി.
പക്ഷെ നീ നോക്കി മച്ച് നോക്കി കലക്കം മച്ച്. പിന്നെ ഒരു ക്വീനല്ലടാ പണിത്. ഓബിഡോമേക്കാ ഷൂതാ വർക്ക് ചെയ്യാത്ത ക്ലോക്ക് നോക്കി അത് കിട്ടുമെന്നാവും. വേണോ? ഉള്ള വിന്റേജ് ഫീൽ ഫുള്ള് ഇത് വിന്റേജ്. കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചു വീടൊക്കെ പണിയുമ്പോ ഇതുപോലെ പണിത് എന്ത് രസാണ്. ദേ അവിടെ മറ്റേ ചൂടുകൊള്ളുന്ന സംഭവമില്ലേ, ഞാൻ അപ്പത്തെ ഡോമൊന്ന് നോക്കിയേക്കട്ടെ. ആ ഇതായപ്പം അതിൽ തന്നെയാണ് കയറിയത്. ആയി ചെറിയൊരു പവർ നാപ്പൊക്കെ കഴിഞ്ഞ് ഈ സമയം ഇപ്പോൾ 7:45. തിരക്കൊക്കെ നല്ലപോലെ കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ആരതി നടക്കണോണ്ട് അതിൻ്റെ തിരക്കാണെന്ന് തോന്നുന്നു. എന്തായാലും എവിടെ കൂടുതലുണ്ടായിരുന്നില്ല. പാറുവാണെങ്കിൽ സാരിയൊക്കെ കൊടുത്ത് സെറ്റായിട്ട് ഇറങ്ങിയേക്കണാണ്. നമ്മ മന്ദിറിന്റെ സൈഡിലെത്തി. ഈ കാണുന്നതാണ് ദർശനത്തിന്റെ ക്യൂ. ഇതിന്റെ ഉള്ളിൽ കൂടി കയറി അവിടെ എത്തണം. എന്ത് ചെയ്യുമെന്നറിയില്ല, നോക്കാം. ബാബാ നമുക്ക് എവിടെയെങ്കിലും കുത്തിക്കയറാൻ പറ്റും നോക്കാം. നമുക്ക് എവിടെയെങ്കിലും കുത്തിക്കയറാൻ പറ്റും നോക്കാം. അല്ല അല്ല അത് അവിടെ ഈ ക്യൂ എവിടെയാണ് തുടങ്ങണം നോക്കട്ടെ. മന്ദിറിലേക്ക് കയറണ സ്ഥലം ഇതാണ്, കേദാർനാഥ് മന്ദിർ. ഇത് അവിടെ കാണണ്ട ഒരു പാറ, ഒരു 3-4 പാറയുണ്ട്. ആ പാറയാണ് 2013 പ്രളയം തടഞ്ഞു നിർത്തിയത്. ഈ അമ്പലത്തിൻ്റെ അകത്ത് വെള്ളം കയറാതെ തടഞ്ഞു നിർത്തിയത് ആ 3 പാറകളാണ്. ആരതി കഴിയാതെ ക്യൂ അനങ്ങൂല. അപ്പോൾ നമുക്ക് പുറത്ത് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഇനി ക്യൂവിൽ നിന്ന് കയറി ദർശനം കാണൽ ഈ നടപടി ആവൂല. അപ്പോൾ ആരതിയൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ ഒഴിവായിട്ട് കയറി കാണാം. എന്തായാലും നമുക്ക് കേദാർനാഥിൻ്റെ ചുറ്റും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ എന്താണ് ഒരു വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്നാനം കഴിഞ്ഞിട്ടുള്ള വെള്ളമാണെന്ന് തോന്നുന്നു. നമുക്ക് ആ കല്ല് കിടക്കുന്ന ഭാഗത്തേക്ക് പോവാം. മേളിൽ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഗോരീസാണല്ലോ. ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇതായിരുന്നു ആ കല്ല്. सामने से मंदिर दिखाऊंगा मैं, है ना? हाँ ठीक है ठीक है. हेलो. ഓ ചൂട് പിടിക്കണല്ലേ നമുക്ക് പോയി ചൂട് പിടിക്കാമോ? പിടിച്ചോ, ഒരു കുഴപ്പമില്ല. ആണോ? നമ്മൾ വീണ്ടും മന്ദിറിന്റെ സൈഡിലേക്ക് എത്തി. ക്യൂവിൽ കയറാനുള്ള എന്തെങ്കിലും വഴിയുണ്ടാന്ന് നോക്കട്ടെ. എല്ലായിടത്തും മുടിഞ്ഞു തിരക്കാം. ഇതേതാണ് നന്ദി.
इंस्ट्रक्शन दो ना, बुलाओ अपने पास। ദർശനം ഇപ്പൊ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും തിരക്ക് തീരുമ്പോഴേക്ക് 9:30 ഒന്ന് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ദർശനം പിടിക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത പോയി പോലെ ആളാണെങ്കിൽ സ്വർഗത്തിലിരിക്കണല്ലേ മുഴുകി നടക്കണേ ഇവിടെ. എന്താണ് ഇവിടെ നടക്കുന്നത് മുഴുകി നടക്കുക. അപ്പൊ എന്തായാലും 9:30 വരെ സമയമുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂർ സമയമുണ്ട്. ആ 1.5 മണിക്കൂർ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉള്ള റെസ്റ്റോറൻറ്റിൽ പോയി നമുക്ക് ഡിന്നർ കഴിച്ച് സെറ്റായിട്ടിരിക്കാം. ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ ഹോട്ടലിൽ കയറി. ഹോട്ടലിൻ്റെ വ്യൂ നോക്കിയ കിടിലം വ്യൂ. എന്തായാലും ഇവളെന്താണോ പറയണത് അത് തന്നെ പറയാം. വെറുതെ വയറിന് പണി ഉണ്ടാക്കണ്ട. നമ്മൾ മേളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി. കാരണം കിച്ചൺ താഴത്താണ്. അവിടെ ഇരുന്നിട്ട് പ്രാന്തായി. പിന്നെ നമുക്ക് ഒരു ബാബേനെ കിട്ടി. ബാബക്ക് ഡാൽ റൊട്ടി. നമുക്കല്ല ചേട്ടക്ക് എപ്പോഴും ആരെങ്കിലൊക്കെ കിട്ടും ഭക്ഷണം ചോദിച്ചിട്ട്. അതിന് ഇവിടെ കേദാറിലെ ഒരു ബാബയാണെന്ന് മാത്രം. അങ്ങനെ നമ്മൾ ഡിന്നർ എത്തി ഗായ്സ്. ഇവിടെ ബട്ടർ റൊട്ടി ആൻഡ് ഞാൻ ജീര റൈസ് വിത്ത് പനീർ ബട്ടർ മസാല. ദർശനം ഇന്ന് നടപടിയാവും തോന്നുന്നില്ല ഗായ്സ്. അതെ, ഒരാളിവിടെ നെറ്റിയിലോ ചുട്ടിയൊക്കെ അടിച്ച് നല്ല സെറ്റായിട്ട് റെഡ് ചുട്ടി അടിച്ചിട്ടുണ്ട്. അപ്പൊ 9:30 ആകുമ്പോൾ തിരക്കുറയെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും തിരക്കൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് റൂമിലേക്ക് പോവാം. എന്നിട്ട് നാളെ വെളുപ്പിനെ വന്നിട്ട് ദർശനം എടുക്കുന്നതാണ്. ഇപ്പോഴും ദർശനത്തിന് തിരക്കുണ്ടോ? രാവിലെ 4 മണിക്ക് ദർശനം മേടിക്കാൻ വേണ്ടി വരാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ സമയം 9 മണി. കാരണം രാത്രി പാറുവിന് വീണ്ടും ചെറുതായിട്ട് AMSന്റെ പണി നടത്തി. ഇന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. വെളുപ്പിന് എപ്പോഴേക്കുമാണ് കുറച്ചൊന്നും ഉറങ്ങിയത്. അല്ലേ, അതുകൊണ്ട് ദർശനം വൈകി. ഇനിയും നല്ല തിരക്കുണ്ട്. ക്യൂവിൽ കയറി ദർശനം മേടിക്കാൻ നടക്കില്ല. കാരണം പാറുവിന് AMS ഉള്ളതുകൊണ്ട് ഇനി ക്യൂവിൽ കയറി കഴിഞ്ഞ് ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ പിന്നെയും പണി പാടും. ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ടി വരും. അതുകൊണ്ട് ഉടായ്പിൽ വല്ല പോലീസുകാരൻ ചോദിച്ചാൽ അരി കൂടി കയറാൻ പറ്റുമെന്ന് നോക്കണം. എങ്ങനെയുണ്ട് വ്യൂ? ഇന്നലെ രാത്രി ആയതുകൊണ്ട് അത്ര സുഖം ഉണ്ടായിരുന്നില്ല അമ്പലത്തിലെ പരിപാടികൾ. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം അമ്പലത്തിൻ്റെ സൈഡൊക്കെ. അമ്പലത്തിൻ്റെ അകത്തേക്ക് എന്തായാലും വീഡിയോ ആൻഡ് ഫോട്ടോ അലൗഡ് അല്ല. ബാക്കി നോക്കട്ടെ. ഞങ്ങൾ ചെറിയ ആർട്ട് വർക്കൊക്കെ നടത്തി. അപ്പോൾ ആണുങ്ങൾക്ക് തൃശ്ശൂലത്തിൽ ഉടുക്കുണ്ടാവും, പെണ്ണുങ്ങളുടെ തൃശ്ശൂലത്തിൽ ഉടുക്കുണ്ടാവില്ല. അത് ഞാൻ കുറച്ചു നേരം വാച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ദർശനത്തിൻ്റെ പരിപാടി. ദൈവമേ, ഇപ്പോഴും നല്ല ക്യൂ ആണ്. എല്ലാ ഭാഗത്തും ഭയങ്കര തിരക്കാണ്ടോ. ഇന്നലെ രാത്രി ഒരു സൈഡിൽ കൂടി കയറ്റിയെങ്കിൽ ഇന്നലെ 3 സൈഡിൽ കൂടി കയറ്റുന്നുണ്ട്. പക്ഷേ ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ല.
ഓ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഒരുവിധം പുറത്തേക്ക് എത്തി. ഇവിടെ ഫുള്ള് ബാബമാരാണ്. अभी आटलो और दो बाय बाय महाराज जी थैंक यू धन्यवाद ഞാൻ അവിടെ ഇരിക്കട്ടെ പാവനാട്ടിലൂടെ. ഇരിക്കി. അത് നമ്മൾ കുറച്ചു നേരം അമ്പലത്തിൻ്റെ സൈഡിലിരുന്ന് ജപിച്ചു. പിന്നെ കുറേ ബാബമാരായിട്ട് സംസാരിച്ചു. കുറേ നല്ല മനുഷ്യർ, ഒരു ബാബ രുദ്രാക്ഷം തന്നു. കുറേ നല്ല മനുഷ്യരെ കണ്ടു. അപ്പോൾ എന്തായാലും നമുക്ക് അമ്പലത്തിൽ നിന്ന് പയ്യെ ഇറങ്ങാം. കാരണം ഇന്ന് രാത്രി നമുക്ക് ഗൗരികുണ്ട് എത്തണം. ഇവിടുന്നൊരു 16 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നേരെ റൂമിൽ ചെല്ലുക, പാക്ക് ചെയ്യുക, ഇറങ്ങുക, അത്രേ ഉള്ളൂ. അപ്പോൾ കേദാർനാഥിന് ഹര ഹര മഹാദേവ. ഇനിയും വരുന്നതിൽ കൂടെ അതെ. സർപ്രൈസ്. ഇനി സർപ്രൈസ് ആയിട്ടൊരു വരവുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ഹര ഹര മഹാദേവ്.